2000 വർഷങ്ങൾക്ക് മുൻപ് അതൊരു അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ക്രൂരമായ വധശിക്ഷയുടെ ഉപകരണം. എന്നാൽ ഇന്ന് അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിജയത്തിന്റെയും ആഗോള ചിഹ്നമാണ്. അതാണ് വിശുദ്ധ കുരിശ്. എങ്ങനെയാണ് ഒരു മരക്കുരിശ് മനുഷ്യരാശിയുടെ രക്ഷയുടെ അടയാളമായി മാറിയത്? നമുക്ക് അന്വേഷിക്കാം. ചരിത്രപരമായ പശ്ചാത്തലം. ക്രിസ്തുവിന് മുൻപ് കുരിശ് എന്നത് ഭയത്തിന്റെ പ്രതീകമായിരുന്നു. അടിമകളെയും കുറ്റവാളികളെയും ശിക്ഷിക്കാൻ റോമാക്കാർ ഉപയോഗിച്ചിരുന്ന മാർഗം. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ മോശ ഉയർത്തിയ വെങ്കല സർപ്പം വരാനിരിക്കുന്ന രക്ഷകന്റെ കുരിശുമരണത്തിന്റെ നിഴലായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. കാൽവരിയിലെ വിജയം. ഗാഗുൽത്തായിൽ യേശു ആ കുരിശിലേക്ക് കയറിയപ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. തന്റെ രക്തം കൊണ്ട് അവൻ ആ മരത്തടിയെ വിശുദ്ധീകരിച്ചു. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന ചോദ്യത്തിലൂടെ അവൻ കുരിശിനെ ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിന്റെ പ്രതീകമാക്കി മാറ്റി. മരണം തോൽപ്പിക്കപ്പെട്ടതും സ്വർഗവാതിൽ തുറക്കപ്പെട്ടതും ആ കുരിശിലൂടെയാണ്. വിശുദ്ധ കുരിശിന്റെ കണ്ടെത്തൽ. AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടെത്തുന്നതിനായി ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു. ഐതിഹ്യങ്ങൾ പ്രകാരം അവിടെ കണ്ടെത്തിയ 3 കുരിശുകളിൽ നിന്ന് യഥാർത്ഥ കുരിശ് തിരിച്ചറിഞ്ഞത് അത് സ്പർശിച്ചപ്പോൾ ഒരു മരിച്ച വ്യക്തി ഉയർപ്പിക്കപ്പെട്ടതിലൂടെയാണ്. ഇത് ക്രൈസ്തവ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. ആരാധനയിലും ജീവിതത്തിലും. ഒരു ക്രൈസ്തവന്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും കുരിശടയാളത്തിലാണ്. അത് പിശാചിനെതിരായ ആയുധവും യാത്രകളിൽ സംരക്ഷണവും പ്രാർത്ഥനയിൽ ശക്തിയുമാണ്. കുരിശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള അളവില്ലാത്ത സ്നേഹം. കുരിശ് വെറുമൊരു ആഭരണമോ അലങ്കാരമോ അല്ല, അത് ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ കുരിശ് നമ്മോട് പറയുന്നത് ഇതാണ്: ഇരുട്ടിന് വെളിച്ചത്തെ തോൽപ്പിക്കാനാവില്ല, മരണത്തിന് ജീവനെ തടയാനാവില്ല. നമ്മെ രക്ഷിച്ച ഇന്നും വഴി നടത്തുന്ന ആ വിശുദ്ധ കുരിശിനെ നമുക്ക് വണങ്ങാം. നിന്റെ കുരിശിനെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. thank you